ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു സഡൻ പ്ലാൻ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കണതിൻ്റെ 15 മിനിറ്റ് മുമ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പീക്കോസിനായിട്ട് ഒരു 3-6 ട്രിപ്പ് പോയാലോ എന്നുള്ളത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തായിട്ട് തോന്നും, പക്ഷേ എനിക്ക് ചിലപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ച് ഔട്ടാണെങ്കിലും ഒന്ന് ഡെസ്പാണെങ്കിലും നമുക്കൊന്ന് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും, ഒരു സമാധാനം കിട്ടും, ഹാപ്പിയാണ്. ഞാനിപ്പോൾ എൻ്റെ അഡൽട്ടിങ് എന്ന് വെച്ചാൽ ഈ ഒരു ഇത് എൻജോയ് ചെയ്യുന്നത് എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പോയിട്ടും എവിടെയെങ്കിലുമൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടൊക്കെ ആട്ടോ. അപ്പോൾ ഞാൻ ചോക്കെ 3 പോവാളായിട്ട് ഞാനിപ്പോൾ അപ്പോൾ ഞാൻ വെച്ചപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ഡ്രസ്സുകളൊക്കെ പഴയ സൈസൊക്കെ മാറി കഴിഞ്ഞാൽ എനിക്കില്ല. പിന്നെ ഇവിടുത്തെ ചൂടിനനുസരിച്ചുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇല്ല ഇവിടെ. എനിക്കൊക്കെ തണുപ്പിനുള്ള, ഞാൻ ദുബായിലായ കാരണം അവിടെ തണുപ്പായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതിനുള്ളതാണ്. അപ്പോൾ ഒരുങ്ങിയൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് വേഗം പോയി സുഡിയോ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഡ്രസ്സ് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വന്നിട്ടുണ്ട്. പീക്കു ഉറങ്ങുവാണ് അവിടെ. പക്ഷെ അവളെ എടുത്തിട്ട് കൊണ്ട് ഞാൻ പോവും, സുഡിയോക്ക് പോവും. അവളെയും വെച്ചിട്ടുള്ള ഷോപ്പിംഗ് കുറച്ച് ടാസ്ക് ആണെങ്കിലും ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ അവളെ വെച്ചിട്ട് എവിടെയൊക്കെ ഞാൻ ഷോപ്പിംഗ് ചെയ്യാൻ പോയി എന്ന് പറയും. പക്ഷെ ഫണ്ണായിരുന്നു, ഫൺ. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഡൈപ്പറൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞാനും അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. എനിക്ക് ആദ്യം കുറച്ച് സ്ഥലത്ത് വേറെ പോകാനുണ്ട്. നമ്മൾ ഇവിടെ LICയുടെ ഓഫീസിൽ വന്നതാണ്. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു LICയുടെ അവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു LIC ഏജൻറ്റാണ്, നല്ലൊരു അങ്കിള് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് ഞങ്ങളിപ്പോൾ പോവാം. ഇനി വേണം സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞാപ്പി ഓഫീസിലും ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പാവം തോന്നും, അവൾ എന്നായിട്ട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട്. ഞാൻ പലത് നമ്മൾ ബേബി ആകുമ്പോൾ നമ്മുടെ ഡ്രീംസൊക്കെ ഇല്ലാതാവുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അവളുണ്ടായിന്ന് വെച്ചിട്ട് എനിക്കൊന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല. നേരെ അവിടെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. എനിക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അവളെ കൈ വെച്ചുകൊണ്ട് എനിക്കത് അത്ര പോസിബിൾ അല്ല. പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് ഇറങ്ങാം, അത്രേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരോ ഡ്രസ്സുകൾ പെട്ടെന്ന് നോക്കുമായിരുന്നു കേട്ടോ, ഏതാ നല്ലതെന്ന്. ഇനി മമ്മ ട്രൈ ചെയ്യാൻ പോവാം. ഓക്കെ, പീക്കൂസ് ഒരു വട്ടോളിക്കുട്ടി ആയിട്ടുണ്ടല്ലോ. ഡ്രസ്സൊക്കെ ഊരി, പീക്കൂസിന് ചൂട്. അപ്പം ഞാൻ കുറച്ചൊന്ന് ബട്ടൻസൊക്കെ ഒന്ന് ഊരി കൊടുത്ത് ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ട്രയൽ ചെയ്യണം. വീടെത്തിയപ്പോൾ നമ്മളാൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ്. ഇനി വേണം എനിക്ക് അവളൊന്ന് കുളിപ്പിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കണം. പഠിച്ചോനെ എന്തൊക്കെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഡിയും കൊടുക്കണം. കുഞ്ഞിന് ആദ്യം വൈറ്റമിൻ ഡി എനിക്ക് കൊടുക്കേണ്ട സമയമായി. വൈറ്റമിൻ ഡി കൊടുക്കണം. അവൾക്ക് ഇഷ്ടമാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞു പോയി, കുറച്ചും കൂടി ഉണ്ട്. കഴിഞ്ഞു. ഗുഡ് ഗേൾ. ഞാൻ മേലൊക്കെ തുടച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് വൈറ്റമിൻ ഡിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് ഇടാൻ കൂടിയും ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പെൺചുട്ടി എനിക്ക് അപ്പിട്ട് തന്നു. എന്നിട്ട് ആ മുഖഭാവം ഒന്ന് നിങ്ങൾ കാണേണ്ടതാണ്. ഞാനാണോ, എന്നെ പറ്റിയാണോ എന്നുള്ള ഭാവം. അതെ, ഞാൻ ഇനി പോയി വീണ്ടും തുടച്ച് അവളെ മേലൊക്കെ ഒന്ന് കൂടി കഴുകിയെടുത്ത് വരട്ടെ, എന്നിട്ട് വീണ്ടും ക്രീം ഇടാം. ഓക്കെ, ഞാൻ അവളെ ഒരുക്കി സെറ്റാക്കിയിട്ടോ. നമ്മൾ പോകുന്നത് രണ്ടുപേരും കൂടി പോകുന്നത് മൂന്നാർ റിസോർട്ടിലാണ്. പർക്കാട്ട് നേച്ചർ റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്, മൂന്നാറിലോട്ട്. അപ്പോൾ അതിനെ പറ്റിയ ഡ്രസ്സ് ഞാൻ സൈഡിൽ ഇപ്പോൾ പില്ലോ വെച്ച് കൊടുക്കൂട്ടോ. ഞാൻ കണ്ട് എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഒരുങ്ങാം. നമ്മളങ്ങനെ റെഡി ആയിരിക്കുന്നു. ഓൾ ഗുഡ്. ഒരുങ്ങുന്നില്ല പ്രത്യേകിച്ച്, കാരണം എത്തുമ്പോൾ രാത്രിയാവും സമയം. അപ്പോൾ പിന്നെ ഒരുങ്ങിയിട്ടൊന്നും കാര്യമില്ല. അവളെ ഫുള്ള് ഞാൻ സെറ്റാക്കി. കുറേ പെട്ടികളുണ്ടായിരുന്നു. 2-3 ദിവസത്തേക്കാണെങ്കിലും 1 വർഷത്തേക്കുള്ള പോലെ പെട്ടികളുണ്ടായിരുന്നു. കാരണം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയേക്കാണ്. പറക്കാട് നേച്ചർ റിസോർട്ട് മൂന്നാറിലാണ്. അയ്യോ, രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ വ്യൂ ഭയങ്കര ഭംഗിയായിരുന്നു. ഏറ്റവും ഭംഗിയുള്ള വ്യൂ എൻ്റെ മോളുടെ മുഖം തന്നെ. അതിനേക്കാളും വെല്ലുന്ന ഒരു വ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ആ ചിരിച്ച മുഖം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ആ ദിവസം മൊത്തം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ ആയിട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ റൂമിലേക്ക് നേരെ എത്തിയേക്കുന്നത് ഈ വ്യൂ ആണ്. നമ്മൾ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞേക്കുന്ന റൂം നമുക്ക് ഒരു ജക്കൂസിയൊക്കെ ഉള്ള ഒരു റൂമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റൂം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുന്നുള്ള വ്യൂ. അപ്പം ഇങ്ങോട്ടാണ് ഞങ്ങൾ 2 ദിവസം ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഞാനും അവളും കൂടെ. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളായിരിക്കും. എല്ലാം ഒന്നും ഞാൻ കവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം എനിക്ക് അങ്ങനെ ഞാൻ വീഡിയോ അത്ര എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പം എന്നാലും കുറച്ച് വിശേഷങ്ങൾ കാണാവേ. പുറത്തിറങ്ങിയപ്പോൾ കുരങ്ങന്മാരുടെ കുറേ കുറുമ്പുകൾ കണ്ടു. ആ കുരങ്ങന്മാരാണെങ്കിൽ എന്താ, അവർക്കൊരു പേടിയില്ല കേട്ടോ. നമ്മളവിടെ അടുത്ത് വന്നാലും അടുത്ത് പോയാലും അവർക്കൊരു പ്രശ്നമില്ല. എനിക്കാണ് പേടിയായത്, എന്നെയും കുട്ടീനെയും ആട്ടം പിടിച്ച് തിന്നോന്ന്. നമ്മൾ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. മറ്റേ ഇന്നലെ എന്താ വീട്ടിൽ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയൊക്കെയോ മുടിയും കെട്ടി ഇവളെയും കൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരുങ്ങി സുന്ദരിക്കാരൻ, നമ്മൾ ട്രിപ്പ് വന്നിക്കുവാണല്ലോ, ട്രിപ്പിന് വരുമ്പോൾ നമ്മൾ സുന്ദരി ഇട്ടിരിക്കണമല്ലോ. അപ്പോൾ അത് ഇവിടെ വന്നിരിക്കും. രാവിലെ തന്നെ ഇത് ഭയങ്കര സൺറൈസൊക്കെ ആയിരുന്നല്ലോ. പീക്കും എക്സ്ട്രീംലി ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഉള്ളത്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് ഈ പറക്കാട് റിസോർട്ടിൽ വന്നേക്കുന്നത്. മൂന്നാറിലുള്ള പറക്കാട് റിസോർട്ടിൽ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം വന്നേക്കുന്നത് അംജുക്കാടെ ഫാമിലി ടൈം വന്നേക്കുന്നത് സെക്കൻഡ് ടൈമാണ്. ഇത് രസം നോക്ക്, നമ്മൾ നിൽക്കുന്ന ആ വ്യൂ നോക്ക്. ഇത് നമ്മുടെ റൂം, ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ ബാൽക്കണി കാണാൻ, ഭയങ്കര ഭംഗി ബാൽക്കണി വ്യൂ തന്നെ. നമ്മളിത് പോവാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. എന്ത് കഴിക്കണം നോക്കിയപ്പോൾ പലതരം സാധനങ്ങളുണ്ട്. എനിക്കിത് കണ്ടാൽ എനിക്ക് ആകെ കൂടെ എനിക്ക് ഇതാവും, എന്ത് കഴിക്കണം എന്ന് മനസ്സിലാവും. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ഫുഡ് ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാത്തൊരു സാധനമുണ്ട്, പഴങ്കഞ്ഞി. എന്നാൽ എനിക്കാണെങ്കിൽ പല വീഡിയോസ് റീൽസൊക്കെ കണ്ടിട്ട് പഴങ്കഞ്ഞി അടിപൊളി ഒന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പഴങ്കഞ്ഞി കുടിക്കാം, സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ എല്ലാവരും ഫ്രൂട്ട്സ് മുട്ട അതൊക്കെ എടുക്കുമെങ്കിൽ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചതിന് ശേഷമാണ് ഞാനിത് കടുക്കുക. നമ്മുടെ പീക്കോസിന് നമ്മുടെ സ്വിങ് ചെയർ ഉണ്ട്, അവൾ ഒരാളുടെ അടുത്തും പോകത്തില്ല കേട്ടോ ഇപ്പോൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉമ്മക്കുട്ടി എക്സ്ട്രീംലി, നിങ്ങൾക്ക് 4 മാസം തൊട്ടിട്ട് അവൾ എൻ്റെ മാത്രമാണ്. പിന്നെ അവൾ ഇരിക്കുക സ്വിങ് ചെയറിലാണ്. അവളുടെ സ്വിങ് ചെയറിൽ ഇരുന്നേ അവൾ സുഖമായി ഇരിക്കും. പിന്നെ അവളൊന്ന് ഉറക്കി കഴിഞ്ഞാൽ എനിക്ക് സുഖമായി ഫുഡും കഴിക്കാം. അപ്പോൾ അവൾ ഞാൻ സ്വിങ് ചെയറിലൊക്കെ ഇരുത്തിയിട്ട് ഞാനിത് പഴങ്കഞ്ഞി, മാങ്ങ ഉപ്പിലിട്ടത്, നല്ല മീൻകറി, പിന്നെ കപ്പപ്പുഴുക്ക്, മുളക് ഉപ്പിലിട്ടത്, ഇതൊക്കെ കൂട്ടി അങ്ങ് ഒരു പിടി പിടിച്ചു. എനിക്ക് കിട്ടിയ സ്വർഗം. എനിക്ക് തോന്നി ഇവിടെയാണ് എൻ്റെ ട്രിപ്പ് ആരംഭിക്കുന്നത് എന്നവരെ തോന്നി. ഒരാൾ നോക്കി എഴുന്നേറ്റ് സെറ്റായിട്ട് ഇരിക്കുക. അങ്ങനെ ഞാൻ ഫുഡൊക്കെ അടിച്ച് ഇവിടെ കുറേ നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പോയി കുറച്ച് നേരമൊക്കെ അവിടെ പോയി നിന്ന് കളിച്ച് ചിരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോവുക. പെണ്ണിനെ കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അങ്ങനെ ഞങ്ങൾ ജക്കൂസി ബാത്ത്. അങ്ങനെ ഞാൻ ട്രൈപോഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രൈപോഡിൽ ഫോൺ വെച്ചു, ഞങ്ങൾ വീഡിയോ എടുക്കണം. അവൾ ഉറങ്ങി, ജക്കൂസിയിൽ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ കുറേ ആസ്വദിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആദിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദിൽ ഓൾറെഡി ഇവിടെ വട്ടവട ഭാഗത്തുണ്ട്, വട്ടവടയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ആകെ 1.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവന് അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവനൊന്ന് വരാം. അപ്പോൾ അവനക്കാണെങ്കിൽ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് അത്യാവശ്യമായിട്ട് തിരിച്ച് പോകണം. കാരണം അവൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു. അപ്പോൾ അവനക്കിപ്പോൾ തിരിച്ച് പോകണം. ഇനി നമ്മളിത് ട്രക്കിങ്ങിന് പോവാട്ടോ. ഫുഡ് കഴിച്ചു, ഉച്ച ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു ട്രക്കിങ്ങിന് പോവാണ്. അവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്, ഫുൾ ആക്ടിവിറ്റീസ്. ഈ സൈക്ലിങ്, മറ്റേ പല സംഭവങ്ങളും, റെയിൻ ഡാൻസ്. പക്ഷേ എനിക്ക് പീക്കൂസ് ഉള്ള കാരണം എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീക്കൂസ് ഉള്ളത് കൊണ്ട് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഈ ആക്ടിവിറ്റീസും കൂടിയും കഴിഞ്ഞിട്ട് അതിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവനിക്ക് ചെയ്യാൻ ഈ ട്രക്കിങ് പീക്കൂസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദിലിനെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറേ പേർക്ക് അറിയില്ല. ആദിൽ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്, ഉമ്മയുടെ സിസ്റ്ററിൻ്റെ മോനാട്ടോ ആദിൽ. അപ്പോൾ അവൻ ചെയ്തു ഓരോന്നും. പറക്കാട്ട് റിസോർട്ടിലെ ആക്ടിവിറ്റീസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു മാത്രം. ഇവളെ പിടിച്ചിട്ട് പക്ഷേ ഇത് ഒരുപാട് ശ്രദ്ധിച്ച് നടക്കണം. കാരണം ഇവിടെ ഒരു ജംഗിളിലാണ് ഇതുള്ളത്. അപ്പോൾ എനിക്ക് ഇവളായിട്ട് നടക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. റെയിൻ ഡാൻസ് ഒക്കെ ചെയ്തപ്പോൾ പിന്നെ ഡ്രസ്സ് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലിന് പോകേണ്ട സമയം സ്വിമ്മിംഗ് പൂളും കൂടി കളിച്ചിട്ട് വേണം അവന്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു റിസോർട്ട്. അടിപൊളി വെച്ചാൽ അടിപൊളി. ഞാൻ എന്താ ഇങ്ങനെ പൊട്ടം കടിച്ച പോലെയെന്നറിയൂ, എനിക്ക് എന്താ പറയണ്ടേന്ന് ഞാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഒന്ന് എനിക്ക് റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പീക്കൂസ് നല്ല ഉറക്കത്തിലാണ്. ഞാൻ പിന്നെ അവളെ കിടത്താനുള്ളതും ഫുൾ സംവിധാനങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അവളായിട്ട് പിടിച്ച് നടക്കൽ എനിക്ക് ഇച്ചിരി ടാസ്ക് ആയിരുന്നെങ്കിലും പക്ഷെ വേറെ സൂപ്പറായിരുന്നു. ട്രക്കിങ്ങിൻ്റെ ഇടയിലും ജക്കൂസിൻ്റെ ഇടയിലും കുളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടേക്കുന്നത് പീക്കൂസിനെ ആട്ടോ. ഇതിൻ്റെ ഒക്കെ ഇടയിൽ അവൾ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം. ഇന്ന് രാത്രി നമുക്ക് ക്യാമ്പ് ഫയർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ക്യാമ്പ് ഫയർ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്താ പറയുക, പൂത്തിരിയും പാട്ടും ബഹളവും പിന്നെ തീയും എല്ലാം കൂടി ഒരു ജഗ പുകയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. നല്ല രസമായിരുന്നു. ഞാൻ ശരിക്കും പക്ഷേ ഞാൻ ഒരുപാട് ഇതിൽ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയ കുറേ സാധനങ്ങളുണ്ട്. കാരണം ഞാൻ എൻജോയ് ചെയ്യണതിൻ്റെ കൂടെ ഇതിപ്പോൾ എനിക്ക് ഓരോരുത്തരും എടുത്തു തരും. കാരണം അവിടെ സ്റ്റാഫുകളുണ്ട്, നമുക്ക് പിന്നെ അസിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ബേബിനായിട്ട് കാരണമായിട്ട് ഒരു ലേഡി സ്റ്റാഫ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലായിടത്തും സ്റ്റാഫുകളുടെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ടതാണ്. അത്ര ഇതായിരുന്നു. ഇപ്പം ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പോലും ഒരു സ്റ്റാഫ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യണതിലൊന്നും ഒരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഭയങ്കര ഭംഗിയുള്ളൊരു സൺറൈസ് കണ്ട്. ഭയങ്കര ഫോണിൽ എനിക്കത് അതിൻ്റെ പകുതി ഭംഗി പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാനും പീക്കൂസും എത്ര നേരം ഈ ഒരു സൺറൈസ് കണ്ടിരുന്നേന്ന് അറിയില്ല. ഞാൻ ഹൈപ്പർ ലാപ്സിലെടുത്തൊരു വീഡിയോ ആണ്, ട്രൈപോഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതാണ് എത്ര ഭംഗിയിൽ എനിക്ക് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് പീക്കൂസിനെ കുളിച്ച് ഒരുക്കി ചുന്തിരിയാക്കി. ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയും കൂടി ഇവിടെ ചെയ്യാനുണ്ട്, എന്നിട്ട് വേണം വീട്ടിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ സ്റ്റേക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഞാനും പീക്കൂസും അടിച്ചു പൊളിച്ച് കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ. എല്ലാം കൂടി നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രസം പോകുമല്ലോ. നമ്മൾ ആ ട്രിപ്പ് വന്നതിൻ്റെ രസം പോകും. പിന്നെ പീക്കൂസിനായിട്ട് വീഡിയോ എടുത്തിരിക്കുക അത്ര വലിയ രസവുമില്ല. ഞങ്ങൾ ഫുൾ ചില്ലിങ് ആയിരുന്നു അല്ലേ പീക്കൂസേ. അങ്ങനെ ഞങ്ങളിത് ലഗേജസൊക്കെ കറി കയറ്റി നമ്മളിതേ ഇവിടുന്ന് പോവാട്ടോ. പീക്കോ തല തിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അവളോട് ഞാൻ ടാറ്റ പറയിപ്പിച്ചേനെ.